വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ശ്രീ കെ മുരളീധരൻ വീണ്ടും മത്സരിക്കുകയാണ്. നമുക്കറിയാം, അദ്ദേഹം MLA ആയിരുന്ന കാലത്ത് ശാസ്തമംഗലം മരുതൻകുഴി പാലം പൂർത്തിയാക്കിയത്, കുണ്ടമൺകടവ് പാലം, അതോടൊപ്പം തന്നെ മുറിഞ്ഞ പാലം, അതുപോലെ തന്നെ കുലശേഖരം പാലം അടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ, ഗുരു ഗോപിനാഥ് നടഗ്രാമം, അതോടൊപ്പം തന്നെ ഷൂട്ടിംഗ് റേഞ്ച്, വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ച് അടക്കം അനവധി പദ്ധതികൾ ഈ നിയോജകമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നു. അതിലേറെ പ്രാധാന്യമുള്ളത് തിരുവനന്തപുരം ജനറൽ ആശുപത്രി തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജിൽ ആയിട്ട് ഉയർത്തുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ അദ്ദേഹം നടത്തി. മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചു. ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് എന്ന് അതിന് നാമകരണം ചെയ്തു. അവിടെ ഏകദേശം 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടവും പണിതു. ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് എന്ന് ആക്കിയത് കൊണ്ട് മാത്രമാണ് ഈ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം റദ്ദാക്കിയത്. അതോടൊപ്പം തന്നെ അവിടെ 125 കുട്ടികൾക്ക് സർക്കാർ ഫീസിലൂടെ 100 കുട്ടികൾക്ക് സർക്കാർ റേറ്റിലും സർക്കാർ ഫീസിനത്തിലും, അതോടൊപ്പം തന്നെ 25 കുട്ടികൾക്ക് SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യമായിട്ടും MBBS പഠിക്കാനുള്ള സൗകര്യവും മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരത്തോട് കൊണ്ടുവന്നത് കെ മുരളീധരനാണ്. ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ, അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ അദ്ദേഹം അതീവ താല്പര്യം കാണിച്ചു. തീർച്ചയായിട്ടും ഈ ഒരു വട്ടം കൂടി ഈ പ്രദേശത്ത്, ഈ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന ശ്രീ കെ മുരളീധരനെ വിജയിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ നാടിന്റെ ആവശ്യമാണ്. അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് വരും ദിനങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ ജനവിരുദ്ധ ഗവൺമെന്റ്, തീർച്ചയായിട്ടും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ ഗവൺമെന്റ് മാറിയേ തീരുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഈ സംസ്ഥാനത്തെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ എല്ലാ ദിവസവും ഈ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഈ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ജനവിരുദ്ധമായ നിരവധി പദ്ധതികൾ ജനങ്ങളുടെ മുമ്പിൽ അടിച്ചേൽപ്പിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ജനക്ഷേമകരമായ പദ്ധതികളാണ് ഈ പ്രാവശ്യം പ്രകടന പദ്ധതിയിൽ വെച്ചിട്ടുള്ളത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഞങ്ങൾ 3000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ബസ്സുകളിൽ KSRTC ബസ്സിൽ സൗജന്യ യാത്ര, അതോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ യുവതികൾക്ക് തൊഴിൽ നേടുന്നതിന് വേണ്ടി പലിശരഹിത വായ്പ നൽകുകയാണ്. അതോടൊപ്പം തന്നെ 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി ഈ സംസ്ഥാനത്ത് ഏർപ്പെടുത്തുന്നു. ഇതൊക്കെ അക്കമിട്ട് മുൻഗണനാക്രമത്തിൽ നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഉറപ്പ് നൽകുകയാണ്. ആ ഉറപ്പ് പാലിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള DAയും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങളും എത്ര നാളുകൊണ്ട് സാധാരണ പ്രായം ചെന്നവർ ബുദ്ധിമുട്ടിക്കുകയാണ്. അതായത് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള DA കുടിശ്ശിക എത്ര 8 മാസം കൊണ്ടോ 10 മാസം കൊണ്ടോ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശമ്പള പരിഷ്കരണം വരുത്തേണ്ട സമയം എത്രയോ അതിക്രമിച്ചു. സർക്കാർ ജീവനക്കാർക്കുള്ള DA, പെൻഷൻകാർക്കുള്ള DA വരാൻ പോകുന്ന 8 മാസം കൊണ്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. 8 മാസം ഈ ഗവൺമെന്റ് അധികാരത്തിലല്ലല്ലോ. അന്ന് ഏത് ഗവൺമെന്റാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്? പക്ഷെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും അതൊക്കെ കൃത്യമായിട്ട് നൽകുക തന്നെ ചെയ്യും എന്ന് ഈ അവസരത്തിൽ ഈ പറയും പോലെ ഉറപ്പ് നൽകുകയാണ്. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്, അതോടൊപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥി, ഏറ്റവും പ്രധാനപ്പെട്ടത് കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ഐക്യ ജനാധിപത്യ മുന്നണി പ്രകടന പത്രിക വെച്ചിട്ട് 1000 രൂപ പ്രതിമാസം അവർക്ക് ലഭിക്കുകയാണ്. പഠനത്തിന്റെ സഹായത്തിന് വേണ്ടി 1000 രൂപ പ്രതിമാസം നൽകുകയാണ്. തീർച്ചയായിട്ടും ജനക്ഷേമകരമായ നിരവധി പദ്ധതികളുമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി അപ്പോൾ പോകും. ഐക്യ ജനാധിപത്യ മുന്നണി വരുന്ന ആളുകളിൽ, അതായത് ഇതിന്റെ റിസൾട്ട് അറിയുന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണ്. അപ്പോഴാണ് തൃശ്ശൂര് പൂരവും അതോടൊപ്പം തന്നെ കുടമാറ്റവും. ആ കുടമാറ്റം നടത്തുന്നതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്ത് ഭരണമാറ്റവും നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തൃശ്ശൂർ പൂരത്തോടൊപ്പം കുടമാറ്റം നടക്കുന്ന അവസരത്ത് ഈ സംസ്ഥാനത്ത് ഐക്യ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ